ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. മോക്ക് ടെസ്റ്റാണ് നോക്കുന്നത്. LDSക്കും അതുപോലെ തന്നെ LGSനും വരുന്ന എക്സാമുകളിലും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖ ഏതാണ്? ആൻസർ ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖ ഉത്തരായന രേഖയാണ്. അടുത്തത്, ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്ന സമയം ഏത്? ആൻസർ ഒക്ടോബർ നവംബർ. ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്ന സമയമാണ് ഒക്ടോബർ നവംബർ. അടുത്തത്, ഇന്ത്യൻ ചരിത്രത്തിൽ സുവർണകാലം എന്നറിയപ്പെടുന്നത് ഏത്? ആൻസർ ഗുപ്ത കാലഘട്ടം. ഇന്ത്യൻ ചരിത്രത്തിൽ സുവർണകാലം എന്നറിയപ്പെടുന്നത് ഗുപ്ത കാലഘട്ടമാണ്. അടുത്തത്, ഇൻഡിക്ക എന്ന കൃതിയുടെ കർത്താവ് ആര്? ആൻസർ മെഗസ്തനീസ്. ഇൻഡിക്ക എന്ന കൃതിയുടെ കർത്താവ് മെഗസ്തനീസ്. അടുത്തത്, ഇന്ത്യയിലെ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത് ഏത്? ആൻസർ ബാംഗ്ലൂർ. ഇന്ത്യയിലെ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. അടുത്തത്, 1969 ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം എത്ര? ആൻസർ 14. 1969 ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം 14 എണ്ണമാണ്. അടുത്തത്, സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ അമൃതസർ. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമൃതസറിലാണ്. അടുത്തത്, ഏത് സംസ്ഥാനത്തിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, സുന്ദർബൻ ദേശീയോദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ പശ്ചിമ ബംഗാൾ. സുന്ദർബൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിൽ. അടുത്തത്, രാജ ബീർബൽ ആരുടെ കൊട്ടാരത്തിലെ അംഗമായിരുന്നു? ആൻസർ അക്ബർ. രാജ ബീർബൽ അക്ബറുടെ കൊട്ടാരത്തിലെ അംഗമായിരുന്നു. അടുത്തത്, ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ആൻസർ ഉത്തർപ്രദേശ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. അടുത്തത്, ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു? ആൻസർ മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. അടുത്തത്, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞതാര്? ആൻസർ ബാലഗംഗാധര തിലകൻ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ആൻസർ ഹോക്കി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. അടുത്തത്, ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ ഭരണകാലത്താണ്? ആൻസർ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലത്താണ്. അടുത്തത്, ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എന്നാണ്? ആൻസർ 1945 ഒക്ടോബർ 30. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് 1945 ഒക്ടോബർ 30. അടുത്തത്, സിഖ് മത സ്ഥാപകൻ ആരാണ്? ആൻസർ ഗുരു നാനാക്ക്. സിഖ് മത സ്ഥാപകൻ ഗുരു നാനാക്കാണ്. അടുത്തത്, ഉത്തർപ്രദേശിൽ നിന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപം ഏത്? കഥക്. ആൻസർ കഥക്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥക്. അടുത്തത്, ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകം ഏത്? ആൻസർ മീഥൈൽ ഐസോസൈനൈറ്റ്. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകമാണ് മീഥൈൽ ഐസോസൈനൈറ്റ് അല്ലെങ്കിൽ MIC. അടുത്തത്, ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആര്? ആൻസർ കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. അടുത്തത്, ആദിവേദം എന്നറിയപ്പെടുന്നത് ഏത്? ആൻസർ ഋഗ്വേദം. ആദിവേദം എന്നറിയപ്പെടുന്ന വേദമാണ് ഋഗ്വേദം. അടുത്തത്, വീർഭൂമി ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? ആൻസർ രാജീവ് ഗാന്ധി. വീർഭൂമി രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്. അടുത്തത്, ഇന്ത്യ ഗേറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഡൽഹി. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. അടുത്തത്, ഹിരാക്കുട്ട് അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ മഹാനദി. ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി മഹാനദിയാണ്. അടുത്തത്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ കൊൽക്കത്ത. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. അടുത്തത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ആൻസർ ക്ലെമൻ്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമൻ്റ് ആറ്റ്ലിയാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏത്? ആൻസർ 1951 to 52 വരെ.
ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951 ടു 52 വരെയാണ്. അടുത്തത് കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ആൻസർ കൊൽക്കത്ത. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. അടുത്തത് പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ മുംബൈ. പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. അടുത്തത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ആൻസർ വിജയ്ഘട്ട്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലം വിജയ്ഘട്ടാണ്. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ഏത്? ആൻസർ 1985 ഡിസംബർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1985 ഡിസംബറിൽ. അടുത്തത് ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ അംബാസിഡർ ആരായിരുന്നു? ആൻസർ KM പണിക്കർ. ചൈനയിലേക്കുള്ള ഇന്ത്യയിലെ ആദ്യത്തെ അംബാസിഡർ KM പണിക്കറാണ്. അടുത്തത് അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? ആൻസർ മഹാരാഷ്ട്ര. അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതായിരുന്നു? ആൻസർ ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം ബംഗാൾ ഗസറ്റ്. അടുത്തത് ഗോവ സ്വതന്ത്രമായ വർഷം ഏത്? ആൻസർ 1961. ഗോവ സ്വതന്ത്രമായ വർഷം 1961. അടുത്തത് സൈനിക സഹായ വ്യവസ്ഥ ഏർപ്പെടുത്തിയ ഗവർണർ ജനറൽ ആര്? ആൻസർ വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ ഏർപ്പെടുത്തിയ ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു. അടുത്തത് 1977 പൊതു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ആൻസർ ഇന്ദിരാഗാന്ധി. 1977 പൊതു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. അടുത്തത് ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്രബോസാണ്. അടുത്തത് ആരെ പരാജയപ്പെടുത്തിയാണ് 1939 സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡൻ്റായത്? ആൻസർ പട്ടാഭി സീതാരാമയ്യ. ആരെ പരാജയപ്പെടുത്തിയാണ് 1939 സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡൻ്റായതെന്ന് ചോദിച്ചാൽ പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിയാണ്. അടുത്തത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അടുത്തത് വേദങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആഹ്വാനം ചെയ്തതാര്? ആൻസർ സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അടുത്തത് ആദ്യ ഗ്രന്ഥം ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ സിഖ് മതം. ആദ്യ ഗ്രന്ഥം സിഖ് മതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ്. അടുത്തത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അടുത്തത് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ദാദാ സാഹിബ് ഫാൽക്കെ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ. അടുത്തത് എഡ്വിൻ അർണോൾഡിൻ്റെ യേശുയുടെ പ്രകാശം എന്ന കൃതി ആരെ പറ്റിയുള്ളതാണ്? ആൻസർ ശ്രീബുദ്ധൻ. എഡ്വിൻ അർണോൾഡിൻ്റെ യേശുയുടെ പ്രകാശം എന്ന കൃതി ശ്രീബുദ്ധനെ പറ്റിയുള്ളതാണ്. അടുത്തത് അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ച വർഷമേത്? ആൻസർ 1999. അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1999. അടുത്തത് കാളയെപ്പോലെ പണിയെടുക്കൂ, സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് ആഹ്വാനം ചെയ്തത് ആര്? ആൻസർ ഡോക്ടർ BR അംബേദ്കർ. കാളയെപ്പോലെ പണിയെടുക്കൂ, സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് ആഹ്വാനം ചെയ്തത് ഡോക്ടർ BR അംബേദ്കറാണ്. അടുത്തത് യോഗാസൂത്രം എന്ന കൃതിയുടെ കർത്താവ് ആര്? ആൻസർ പതഞ്ജലി. യോഗാസൂത്രം എന്ന കൃതിയുടെ കർത്താവ് പതഞ്ജലിയാണ്. അടുത്തത് 2G സ്പെക്ട്രം അഴിമതിയെപ്പറ്റി അന്വേഷിച്ച സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ PC ചാക്കോ. 2G സ്പെക്ട്രം അഴിമതിയെപ്പറ്റി അന്വേഷിച്ച സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അധ്യക്ഷൻ PC ചാക്കോ ആണ്. അടുത്തത് ഒപ്റ്റിക്കൽ ഫൈബർ കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? നരീന്ദർ സിംഗ് കൊപാനി. ഒപ്റ്റിക്കൽ ഫൈബർ കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് നരീന്ദർ സിംഗ് കൊപാനി.
ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രീവിയസ് ഇയറിൽ 50 ചോദ്യങ്ങളാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഈ വർഷങ്ങളിലും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനെടുത്ത വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.